ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ആവേശത്തോടും അതിശയത്തോടും കൂടെ വായിച്ചു തീർത്ത ഒരു സാക്ഷ്യമാണ് ജപ്പാനിലെ സിസ്റ്റർ ആഗ്നസിന്റെ ജീവിതത്തിൽ നടന്ന ചില അത്ഭുതങ്ങൾ. ഓരോ വിശ്വാസിയും ഇതൊന്ന് കേട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്നും ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നും ഈ സിസ്റ്ററിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1973 ജൂൺ മാസം, അന്ന് 12-ാം തീയതിയായിരുന്നു. സിസ്റ്റർ ആഗ്നസ് കൽസുക്കോ ജപ്പാനിലെ യുസവാഡെ മഠത്തിൽ ചേർന്നിട്ട് കൃത്യം 1 മാസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും ഇനി കേൾക്കാൻ സാധിക്കില്ല എന്ന് വൈദ്യന്മാർ വിധിയെഴുതിയ ജീവിതമായിരുന്നു ബുദ്ധമതക്കാരിയായി ജനിച്ച് ക്രിസ്തുമത വിശ്വാസം സ്വീകരിച്ച 42-കാരിയായ ആഗ്നസിൻ്റേത്. 1973 മാർച്ച് 16-നാണ് അവർക്ക് കേൾവിശക്തി പൂർണ്ണമായും നഷ്ടമായത്. ജൂൺ 12-ന് ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ആഗ്നസ് അസാധാരണമായ ഒരു പ്രകാശം സക്രാരിയിൽ നിന്ന് പ്രസരിക്കുന്നത് കണ്ടു. അതുവരെ കാണാത്ത ആ പ്രഭാവലയത്തിന്റെ അലൗകിക ഭംഗിയിൽ വിസ്മയിച്ചു പോയ സിസ്റ്റർ അതേ കാഴ്ച അടുത്ത ദിവസവും കണ്ടു, അതിനടുത്ത ദിവസവും. അൾത്താരയ്ക്ക് ചുറ്റിനും വിശുദ്ധമായ ധൂമം പോലെ ഒന്ന് പ്രസരിച്ചുകൊണ്ടിരുന്നു. തിരുവോസ്തിയെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ദൈവദൂതന്മാരെയാണ് മറ്റൊരു ദിവസം സിസ്റ്റർ കണ്ടത്. ആധ്യാത്മിക പ്രഭാഷണത്തിനായി മഠത്തിലെത്തിയ ബിഷപ്പ് ഇറ്റോയോട് സിസ്റ്റർ ഇക്കാര്യങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ബിഷപ്പും കന്യാമഠത്തിലെ ആത്മീയ നിയന്താവുമായ ഫാദർ തേജിയും ഈ അസാധാരണ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ടു. കാവൽ മാലാഖ സംസാരിക്കുന്നു. തൻ്റെ കാവൽ മാലാഖയെ കാണാനും ബദിരയായിരുന്ന സിസ്റ്റർ ആഗ്നസിന് ഭാഗ്യമുണ്ടായി. വട്ടമുഖമുള്ള, മധുരതരമായ മുഖഭാവമുള്ള, മഞ്ഞുപോലെ വെണ്മയാർന്ന പ്രഭയുള്ള ഒരാൾ എന്നാണ് സിസ്റ്റർ തൻ്റെ കാവൽ മാലാഖയുടെ രൂപത്തെ വിശേഷിപ്പിച്ചത്. ഈ കാവൽ മാലാഖ പല രഹസ്യങ്ങളും സിസ്റ്ററിന് വെളിപ്പെടുത്തി കൊടുത്തു. ജൂൺ 28-ാം തീയതി തൻ്റെ കരതലത്തിൽ അസഹനീയമായ വേദനയാർന്ന ഒരു മുറിവുള്ളതായി ആഗ്നസ് തിരിച്ചറിഞ്ഞു. ആ മുറിവിന് കുരിശിൻ്റെ ആകൃതിയായിരുന്നു. ജൂലൈ 5-ന് ആ മുറിവിൽ നിന്ന് രക്തമൊഴുകാൻ ആരംഭിച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വേദന അസഹ്യമാംവിധം വർദ്ധിച്ചു. അത് കഴിയുമ്പോൾ അത് കുറഞ്ഞു വരികയും ചെയ്തു. ജൂലൈ 6-ന് കാവൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ആഗ്നസിനോട് പറഞ്ഞു, മറിയത്തിൻ്റെ മുറിവ് നിന്റേതിനേക്കാൾ ആഴമുള്ളതാണ്. വാ, നമുക്ക് ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാം. ചാപ്പലിൽ 3 അടിയോളം ഉയരമുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു. കുരിശിൻ്റെ മുന്നിൽ നിൽക്കുന്ന വിധമായിരുന്നു അത്. മാതാവ് സംസാരിക്കുന്നു. ആഗ്നസ് ആ രൂപത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് ആ രൂപത്തിന് ജീവൻ വയ്ക്കുകയും അതിൽ നിന്ന് ഒരു സ്വരമുണ്ടാവുകയും ചെയ്തു. അമ്മ അതീവ ശോഭയാൽ നിറഞ്ഞു നിന്നു. എൻ്റെ ബധിരമായ കർണങ്ങളിൽ അതിമധുരമായൊരു സ്വരം കേൾക്കുമാറായി. ആ നിമിഷം തൻ്റെ ബധിരത നീങ്ങിപ്പോയെന്ന് സിസ്റ്റർ ആഗ്നസ് സാക്ഷ്യപ്പെടുത്തുന്നു. യേശു സത്യമായും ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ശേഷം മാതാവ് സിസ്റ്ററിനോട് മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അപ്രതീക്ഷയായി. പിറ്റേന്ന് പുലർക്കാല പ്രാർത്ഥനയ്ക്കായി ചാപ്പലിൽ എത്തിയ കന്യാസ്ത്രീകൾ അമ്പരന്നു. കന്യാമാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ വലതു കൈയിൽ നിന്ന് രക്തമൊഴുകുന്നു. 4 തവണ ഈ രക്തപ്രവാഹം ആവർത്തിച്ചു. കൈയിലെ ആ മുറിവിന് സിസ്റ്റർ ആഗ്നസിന്റെ കൈയിലെ മുറിവിനോട് നല്ല സാദൃശ്യമുണ്ടായിരുന്നു. മാംസത്തിലെ മുറിവ് പോലെയായിരുന്നു രൂപത്തിലെ ആ മുറിവ്. അതിന് സാക്ഷ്യം വഹിച്ച ഒരു കന്യാസ്ത്രീ ഇപ്രകാരം എഴുതി: ജൂൺ 28-ന് വ്യാഴാഴ്ച സിസ്റ്ററുടെ കയ്യിൽ മുറിവ് കഠിനമായ വേദനയോടെ പ്രത്യക്ഷമായി. പിറ്റേന്ന് വെള്ളിയാഴ്ച അതൊരു കല പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായി. അതേ വർഷം ആഗസ്റ്റ് 3-ന് വീണ്ടും മാതാവ് തിരുസ്വരൂപത്തിൽ നിന്ന് സംസാരിച്ചു. ഈ ലോകത്തിൽ അനേകർ കർത്താവിനെ പീഡിപ്പിക്കുന്നു. അവിടുത്തെ കോപം ലോകം അറിയുന്നതിനായി സകല ജനത്തിൻ്റെ മേലും സ്വർഗപിതാവ് വലിയ ശിക്ഷ അയക്കാനിരിക്കുന്നു. പുത്രൻ കുരിശിൽ അനുഭവിച്ച പീഡകൾ പിതാവിന് സമർപ്പിച്ച് ആ ശിക്ഷയെ ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പ്രാർത്ഥന, പ്രായശ്ചിത്തം, ത്യാഗം എന്നിവ കൊണ്ടേ പിതാവിൻ്റെ കോപം ശമിപ്പിക്കാൻ സാധിക്കൂ. സെപ്റ്റംബർ 29-ന് മാതാവിൻ്റെ രൂപത്തിൽ നിന്ന്
അതിശോഭയാർന്ന ഒരു വെളിച്ചം നിർഗളിക്കുന്നത് ആ മഠത്തിലെ എല്ലാവരും നഗ്നനേത്രങ്ങളാൽ കണ്ടു. അതിനെ തുടർന്ന് വിയർത്താലെന്ന പോലെ ആ രൂപം നനവാർന്നു. അന്നേരം കാവൽ മാലാഖ സിസ്റ്റർ ആഗ്നസിനോട് പറഞ്ഞു, രക്തം വാർന്നപ്പോഴെന്നതിനേക്കാൾ ദുഃഖിതയാണ് മേരി. അമ്മയുടെ വിയർപ്പ് ഒപ്പിയെടുക്കുക. കന്യാസ്ത്രീകൾ പഞ്ഞിയെടുത്ത് വെള്ളം ഒപ്പിയെടുത്തു. 1974 മെയ് മാസം അവസാനം മറ്റൊരു പ്രതിഭാസം കൂടി സംഭവിച്ചു. രൂപത്തിലെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഇരുന്നപ്പോൾ മുഖം, കൈ, പാദം എന്നിവയ്ക്ക് രൂപമാറ്റം സംഭവിച്ചു. 8 വർഷത്തിന് ശേഷം ആ രൂപം പണിത ശില്പി സബുറോ വഗാസ കാണാനെത്തിയപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു. കാരണം അയാൾ ഉണ്ടാക്കിയപ്പോഴുണ്ടായിരുന്ന മുഖഭാവമല്ലായിരുന്നു ആ രൂപത്തിന് അപ്പോൾ. അത്ര മാറ്റം അതിന് സംഭവിച്ചിരുന്നു. 1975 ജനുവരി 4 ഫാദർ യസൂദയും കന്യാസ്ത്രീകളും കാണെ പരിശുദ്ധ മറിയത്തിന്റെ രൂപം മിഴിനീരൊഴുക്കി. 3 തവണയാണ് അന്ന് മാതാവിന്റെ മിഴികൾ നിറഞ്ഞൊഴുകിയത്. പുതുവത്സര ധ്യാനത്തിൽ പങ്കെടുക്കാനെത്തിയവരും ബിഷപ്പ് ഇറ്റോയും ഈ അത്ഭുതത്തിന് സാക്ഷികളായി. ശാസ്ത്രം കിണഞ്ഞു പരിശോധിച്ചിട്ടും ഈ മിഴിനീരിന് സ്വാഭാവികമായ ഒരു കാരണവും കണ്ടെത്താനായില്ല. ടിയേഴ്സ് ആൻഡ് ദി മെസ്സേജ് എന്ന പുസ്തകത്തിൽ ഫാദർ യസൂദ ഇവയെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട്. 1981 ഓഗസ്റ്റ് 4 അഖിതയിലെ മാതാവിൻ്റെ മാധ്യസ്ഥ്യം തേടിയ തെരേസ എന്ന കൊറിയൻ വനിതയുടെ മാരകമായ ബ്രെയിൻ ട്യൂമർ സൗഖ്യപ്പെട്ടു. അത്ഭുത സൗഖ്യത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ അഖിതയിൽ സംഭവിച്ചതുപോലെ മാതാവിൻ്റെ ദിവ്യ അനുഭവങ്ങൾ തനിക്കുമുണ്ടായെന്ന് തെരേസ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സൗഖ്യം ദക്ഷിണ കൊറിയയിലെ ഡോക്ടർമാർ പരിശോധിച്ച് സ്ഥിരീകരിച്ചു. തെരേസയുടെ സൗഖ്യം കൊറിയൻ സഭയും അത്ഭുത രോഗശാന്തിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1984 ഏപ്രിൽ 22 അഖിതയിലെ പരിശുദ്ധ അമ്മ വണക്കത്തിന് യോഗ്യയാണെന്ന് ബിഷപ്പ് ജോൺ ഇറ്റോ ഇടയലേഖനത്തിലൂടെ പ്രഖ്യാപനം നടത്തി. സിസ്റ്റർ ആഗ്നസിനെ താൻ 10 വർഷമായി നേരിട്ടറിയുമെന്നും അവർ സുബോധവും വിവേകവുമുള്ള സ്ത്രീയാണെന്നും ആയതിനാൽ ദർശനങ്ങൾ വെറും മനോവിഭ്രാന്തി എന്ന് തള്ളിക്കളയാനാവില്ല എന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. 1988 ജൂൺ 20 വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം ഈ ഇടയലേഖനത്തിന് അംഗീകാരം നൽകി.